ഹജ്ജു അറഫ, ഹജ്ജെന്ന് പറഞ്ഞാൽ അറഫയിൽ നിൽക്കലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹജ്ജിന്റെ പ്രധാന അമലാണ് അറഫയിൽ നിൽക്കുക എന്നുള്ളത്. ശാരീരികമായും മാനസികമായും നമ്മൾ അതിനു വേണ്ടി തയ്യാറാവണം. കാരണം അറഫ കഴിയുമ്പോഴേ ഹാജിമാർ മാനസികമായും ശാരീരികമായും ക്ഷീണിച്ചു പോകും. അതാണ് അറഫ. ഒന്ന് അള്ളാഹു എടുത്തു കുടയും അറഫയിൽ. യാത്ര തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. യാത്ര അങ്ങനെ ചിലപ്പോ ചില യാത്രാ സംഘത്തൊക്കെ അള്ളാഹുട് പരീക്ഷിച്ചു. എനിക്കൊരു അനുഭവം തന്നെ. ഒരിക്കൽ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു ബസ്സിൽ എല്ലാ വലിയ വലിയ അമീർമാരും ഇതിന്റെ കമാൻഡർമാരും ഒക്കെ ഉള്ള ഒരു ബസ്സാണ്. 5-6 ആൾക്കാർ ചുമതലയുള്ള തന്നെ ഉണ്ട്. ബാക്കി 50 ഹാജിമാരും. ഈ ബസ്സാണ്ട് വഴി തെറ്റി. രാത്രി 12 മണിക്ക് വഴിയാണ് തെറ്റിയിട്ട് അറഫയിൽ എത്തുന്നത് പിറ്റേന്ന് ഉച്ചക്ക് 11 മണിക്കാണ്. ഓരോരുത്തർ അറഫയിൽ ഇങ്ങനെ വരുമ്പോ ഓരോരുത്തരെ കണ്ണുമൂർ എത്രണ്ട് നിങ്ങള് ഒരു 35 കിലോ ഭാരം. എന്താ ആരും പഴപ്പിച്ചതല്ല, അവരാണ് പഴച്ചു പോകണം. പഴച്ചിട്ട് അവർക്ക് വഴി മനസ്സിലാവുന്നേ ഇല്ല. എങ്ങനെയായിട്ടും ഡ്രൈവർക്ക് വഴി തിരിയുന്നില്ല. ഒരു സ്ഥലത്ത് പോകുമ്പോൾ വേറെ സ്ഥലത്തേക്ക് എത്തണേ, വേറെ സ്ഥലത്ത് പോകുമ്പോൾ വേറെ അങ്ങനെ. റോഡുകളുടെ സ്ഥിതി അങ്ങനെ പല രീതിയിലുണ്ടാവും. ദുഷ്കരാണ്. മാനസികമായും ശാരീരികമായും ക്ഷീണിച്ചു. അറഫ കഴിഞ്ഞിട്ട് മുസ്ദലിഫയിലേക്ക് യാത്രയുണ്ട്. വല്ലാത്ത ദുഷ്കരമായ യാത്രയാണത്. അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. അപ്പൊ ഈ അറഫക്ക് വേണ്ടി മാനസികമായി ഒരുങ്ങാന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായി തൗബ ചെയ്ത് അറഫയുടെ മണ്ണിൽ നമ്മൾ പോയി നിൽക്കുന്ന സമയത്ത് അള്ളാഹു നമ്മളെ സ്വീകരിക്കുന്ന കോലത്തിലാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയെ കുറിച്ച് പറഞ്ഞത്, ഒരാൾ അറഫയിൽ എന്നിട്ട് അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തിട്ടില്ല എന്ന് വിശ്വസിക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. ഞങ്ങൾ ആ സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ അള്ളാഹു എത്തിച്ചു തരട്ടെ. ഒരാൾ അറഫയിൽ നിന്നിട്ട് അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ല എന്ന് വിശ്വസിക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു തന്റെ മലക്കുകൾ നോക്കിയിട്ട് അഭിസംബോധനം ചെയ്യുമത്രേ, അതോനി ശുഹസൻ ഉബറാ, എന്റെ അടിമകളതാ എന്റെ തൃപ്തി തേടി ചളി പുരണ്ടവരായും മുടി ജട പിടിച്ചവരായും വന്നിരിക്കുന്നു. മലക്കുകളെ ഉഷ്ഹിദുകും അന്നീ ഖദ് ഗഫർതു ലഹും, ഞാൻ ഓൽക്കൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ ഞാൻ സാക്ഷിയാക്കുകയാണ്. മലക്കുകളെ അറഫയിൽ നിന്ന് മുഴുവൻ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്ന അള്ളാഹു മണ്ണിൽ നമ്മളെ എത്തിച്ചു തരട്ടെ. നബി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിശാചു വല്ലാതെ അവശനായി പോകുന്ന ദിവസമാണത്. വല്ലാതെ ശുഷ്കിച്ച് അവസനായി പോകുന്ന ദിവസമാണ് പിശാച്. ദുൽഹിജ്ജ 9 അറഫ. കാരണം മൗഖിഫിൽ നിന്ന് എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്നു എന്നത് തന്നെയാണ് അതിന്റെ കാരണം എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. ശാരീരികമായി ഒരുങ്ങാം, മാനസികമായി ഒരുങ്ങാം. തൗബ ചെയ്യുക. പൂർണ്ണമായും തൗബ ചെയ്ത് ദിക്റിലും ഇസ്തിഗ്ഫാറിലുമായി കഴിഞ്ഞുകൂടുക. അങ്ങനെ ദുൽഹിജ്ജ 9 സുബൈ നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന് ശേഷം മിനയിൽ നിന്ന് അറഫയിലേക്ക് പുറപ്പെടുക. ഏറ്റവും ശ്രേഷ്ഠമായ രീതിയായിട്ടത് മുത്തവഫിന്റെ ബസ്സിനെ ആശ്രയിക്കുന്നവരാണെങ്കിൽ മുത്തവഫ് പറയുന്ന സമയത്ത് കൊണ്ടിരും. അപ്പൊ ചിലപ്പോ രാത്രി കൊണ്ടിരും. ആ ബസ് ആശ്രയിക്കുന്നവരാണെങ്കിൽ ഒരാൾ നടന്ന് ചെയ്യാൻ നിങ്ങൾ അജ്ജിന് കൊണ്ടാവും. നീലക്കുപ്പാൻ കൊണ്ടാവും. നിങ്ങൾക്ക് എത്ര വയസ്സ്? 34. ആ വയസ്സിലൊക്കെയാണ് അജ്ജിന് കൊണ്ട്. നിങ്ങളെ കൂടെ വാപ്പുണ്ടോ? ഉമ്മ ഉണ്ട്. ഉമ്മക്ക് എത്ര വയസ്സ്? 80. ഉമ്മ ശാരീരികമായി ക്ഷീണിച്ചാളാ. അപ്പങ്ങൾ നടക്കാൻ പാടില്ല. നിങ്ങൾ ഉമ്മാന്റെ കൂടെ പോകണം. അപ്പൊ ഈ 30 പേര് പറഞ്ഞേ നിസാർക്ക് ഒറ്റക്ക് പോവാന്ന് വിചാരിക്കുക. 34 വയസ്സ്. കണ്ടിട്ട് നല്ല ആരോഗ്യം ഉണ്ടെന്നാ തോന്നണേ. അങ്ങനല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഉണ്ടോ? അങ്ങനെ ആക്കട്ടെ. ആ മൂപ്പര് തീരുമാനിക്കാം, ഫുള്ളും ഞാൻ നടന്നാ ചെയ്യാം. ഭയങ്കര കൂലിയാണ് നടന്ന് ഹജ്ജ് ചെയ്യണേ. പക്ഷെ നിങ്ങളെ കൂടെ ഉമ്മ ഉള്ളതുകൊണ്ട് ക്ഷീണിതയായ ഉമ്മയെ വെച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉമ്മ അവശയായി. ഇപ്പൊ നിങ്ങൾ ബസ്സിനെ ആശ്രയിച്ചെന്നെ പോകും. മൂപ്പര് വിചാരിക്കുക, ഫുള്ള് ഞാൻ നടന്നാണ് ചെയ്യുന്നത്. ഭയങ്കര കൂലിയാണ്. ഓരോ സ്റ്റെപ്പിനും ഇത്ര കൂലിയാരങ്ങൾ. ഓരോ ഹജ്ജിന് നടക്കുന്ന ഓരോ കാൽപാദത്തിനും അല്ലാഹു ലക്ഷങ്ങളാണ് പ്രതിഫലം രേഖപ്പെടുത്തുന്നത്. ഹദീസുകൾ സംസാരിക്കുന്നുണ്ട്. മൻ സവാബു മൻ ഹജ്ജ മാഷിയൻ. എന്റെ അടുത്തൊരു കിതാബുണ്ട്, ഹജ്ജിന്റെ പ്രതിഫലങ്ങൾ പറയുന്നൊരു കിതാബ്. എറിഞ്ഞാൽ ഇന്നത്, മുടി കളഞ്ഞാൽ ഇന്നത് ഒക്കെ പറയുന്നൊരു കിതാബുണ്ട്. നമ്മളൊന്നും പറയണേ ഇല്ല. നമ്മള് കർമ്മം മാത്രം ടച്ച് ചെയ്ത് പോവാം.
അതിലുണ്ട് നടന്നു ഹജ്ജ് ചെയ്താൽ തവാബു മൻ ഹജ്ജ മാഷിയൻ, നടന്ന് ഹജ്ജ് ചെയ്ത ആളുടെ കൂലി എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ. നടക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ എല്ലാ കാര്യം പൂർണ്ണമായി ചെയ്യാൻ കഴിയും. അപ്പൊ ചെയ്യുന്നുവെങ്കിൽ നല്ലതാണ്. ആരോഗ്യമുള്ളവർ കൂടെ വാപ്പയമ്മ പ്രായമുള്ളവരൊന്നുമില്ല എങ്കിൽ അങ്ങനെ ചെയ്യാം. ദുൽഹിജ്ജ 9 ഏറ്റവും ശ്രേഷ്ഠമായ രീതി സൂര്യോദയത്തിന് ശേഷം മിനയിൽ നിന്ന് പുറപ്പെടുക, അറഫയിലേക്ക് പോവുക. ദുൽഹിജ്ജ 9 ഉച്ചയോടുകൂടെ അറഫയിൽ എത്തിച്ചേരുക. അറഫയിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് മസ്ജിദു നമിറ എന്നാണ്, അല്ലെങ്കിൽ മസ്ജിദ് ഇബ്രാഹിം. ആ പള്ളി അറഫയുടെ അകത്തല്ല, പള്ളിയുടെ മഹാഭൂരിഭാഗവും അറഫയുടെ ബൗണ്ടറിയുടെ വെളിയിലാണ്. അതിന്റെ മുൻഭാഗം ഒരല്പഭാഗം മാത്രമാണ് അറഫയിൽ പെടുന്നത്. ആ പള്ളിയുടെ പരിസരത്തായി ഒരുമിച്ച് ചേരുക. ദുൽഹിജ്ജ 9 ഉച്ചക്ക് ആ പള്ളിയിൽ നടക്കുന്ന ഖുതുബയിലും നിസ്കാരത്തിലും പങ്കെടുക്കുക. അതിനുശേഷം അറഫയുടെ ബൗണ്ടറിക്കകത്തേക്ക് കയറി നിൽക്കുക. അറഫയുടെ ബൗണ്ടറി എല്ലാ ഭാഗത്തും അടയാളം വെച്ച് വേർതിരിച്ചിട്ടുണ്ട്. അറഫ എന്ന പദത്തിന്റെ അർത്ഥം അറിഞ്ഞു, മനസ്സിലാക്കി എന്നൊക്കെയാണ്. ആ പേര് അറഫക്ക് വരാൻ പല കാരണങ്ങളും പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത്, മഹാനായ അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ബഹിഷ്കൃതരാക്കി. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ബഹിഷ്കൃതരാക്കി. രണ്ടുപേരെയും അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയപ്പോ ആദം നബിയെ സിലോണിലായിരുന്നു അള്ളാഹു ഇറക്കിയത്, ഹവ്വാ ബീവിയെ ജിദ്ദയിലായിരുന്നു. അവർ രണ്ടുപേരും ഒരുപാട് വർഷം പരസ്പരം തെരഞ്ഞു നടന്നു. അങ്ങനെ അവർ രണ്ടുപേരും കണ്ടുമുട്ടിയത് അറഫ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. അതുകൊണ്ടാണ് അതിന് അറഫ, അറിഞ്ഞു, മനസ്സിലാക്കി, തിരിച്ചറിഞ്ഞു, പരിചയപ്പെട്ടു എന്നൊക്കെ അർത്ഥമുള്ള അറഫ എന്ന് പേര് വന്നത് എന്ന് മഹാന്മാർ വ്യാഖ്യാനിക്കുന്നു.